നെഗറ്റീവ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. റെസിഡൻസിയുടെ കാര്യങ്ങൾ, ഗ്രീൻ ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നുള്ളത്, ഗ്രീൻ ലിസ്റ്റ് റോളുകൾ, ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി, പിന്നെ ഇവിടുത്തെ ലോണിന്റെ റീപേയ്മെന്റ് നടക്കുമോ ഇല്ലേ എന്നുള്ള കാര്യം, പിന്നെ ഇവിടുത്തെ വെതർ ആൻഡ് ക്ലൈമറ്റ് കണ്ടീഷൻ, പിന്നെ ഏറ്റവും ഇതായിട്ട് വരുന്നതാണ് ഇവിടെ എനിക്ക് ഇന്റർവ്യൂ ഇല്ല, വർക്ക് വിസ. നല്ല വെയില്, കണ്ണി കുത്തുന്ന വെയിൽ കേട്ടോ. ഹായ്, ഹലോ എവരിവൺ. ഞാൻ പല വീഡിയോസിലായിട്ട് പല ലോങ് വീഡിയോസ് ഇടുന്നതെല്ലാം ന്യൂസിലൻഡിനെ പറ്റിയിട്ടാണ്. കാരണം കുറെ പേര് കമന്റ്സിൽ ന്യൂസിലൻഡിനെ പറ്റി ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാൻ ഓർത്തത്. ഫസ്റ്റ് ഓഫ് ഓൾ വന്ന സമയത്തൊക്കെ ഞാനിത് എല്ലാവരും ഇടുന്നതല്ലേ, സോ ഇടണ്ടാന്ന് ചിന്തിച്ചതാണ്. പിന്നെ ഐ തോട്ട് ലൈക്ക് ഓരോരുത്തർക്ക് ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ, അപ്പം കമന്റ്സ് ഒക്കെ കണ്ടപ്പം ഒന്ന് ഷെയർ ചെയ്തേക്കാൻ ഓർത്തു. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറെ ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, ഞാനിതെല്ലാം കൂടെ ഒരു ആക്കാന്നോട്ടോ വിചാരിക്കണേ. ചിലപ്പോൾ ഒരു വീഡിയോക്കകത്ത് നിന്നില്ല, നിങ്ങൾക്കറിയാലോ ഞാൻ ഇച്ചിരി ഒരു ചലപ്പറയാണെന്ന്. അപ്പൊ ഇൻകേസ് ആ വീഡിയോക്കകത്ത് നിന്നില്ലെങ്കിൽ 2 parts ആയിട്ട് ഇടാട്ടോ. ഞാൻ എന്തായാലും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും SOP, ഞാനിപ്പോ വിസ കിട്ടിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബട്ട് സ്റ്റിൽ അതിന്റെ ഇടയിൽ നമുക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വരാം. അതിനെപ്പറ്റി കംപ്ലീറ്റ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ നോക്കി ഞാൻ ഓരോ ടോപ്പിക്കിനും ഓരോ വീഡിയോ ഇടേണ്ടി വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ. വീഡിയോ വേണമെന്ന് എത്ര ഇതുണ്ടോന്നുണ്ട്, കൂടുതൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വീഡിയോ ചെയ്യും. പിന്നെ ഇൻകേസ് ചെറിയ ഡൗട്ടുകളാണെങ്കിൽ, പേഴ്സണൽ ഡൗട്ടുകളൊക്കെ ആണെന്നെങ്കിൽ എൻ്റെ ഇൻസ്റ്റയുടെ ഹാൻഡിൽ ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട്, എൻ്റെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അത് ചോദിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഇന്റർവ്യൂ, ഇവിടുത്തെ റെസിഡൻസിയുടെ കാര്യങ്ങൾ, ഗ്രീൻ ലിസ്റ്റ് റോളുകൾ, പാർട്ട് ടൈമിന്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണെന്നുള്ളതും, ലോണിന്റെ റീപേയ്മെന്റ് നടക്കുമോ ഇല്ലേ എന്നുള്ള കാര്യം, പിന്നെ ഇവിടുത്തെ വെതർ ആൻഡ് ക്ലൈമറ്റ് കണ്ടീഷൻ. അത് എൻ്റെ ഒരു വീഡിയോയിൽ, ഒരു ഫുൾ ലോങ് വീഡിയോയിൽ എന്നെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഓക്കെ, അതെന്താന്ന് ഞാൻ പറയാം. പിന്നെ ഇവിടുത്തെ വർക്ക് എങ്ങനെയാണെന്നുള്ളതും, പിന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി, പിന്നെ ഇവിടുത്തെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നുള്ളതും, പിന്നെ ഏറ്റവും ഇതായിട്ട് വരുന്നതാണ് ഇവിടെ സ്കാംസ്. അപ്പൊ അതിനെ കുറിച്ചായിരിക്കട്ടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. അങ്ങനെ നമുക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് SOPയിലേക്ക് പോവാം. ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആയിട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ ആലോചിക്കുന്നത്. കാരണം അത് ഒരുപാടുണ്ട്, നിങ്ങൾ മാക്സിമം അത് തന്നെ പ്രിപ്പയർ ചെയ്യുക. എനിക്ക് ഇന്റർവ്യൂ ഇല്ലായിരുന്നു. ഞാൻ എന്നും രാവിലെ കണ്ണു തുറന്ന് ലൈക്ക് നമുക്ക് ഇന്റർവ്യൂ വരുന്ന മോസ്റ്റ്ലി ഇവിടത്തെ ഓഫീസ് ടൈമിലല്ലേ വിളിക്കുക. അപ്പൊ നാട്ടിലൊരു 6 മണി 7 മണി ആ ടൈമിലായിരിക്കും കേട്ടോ കോള് വരിക. അപ്പൊ +64 എന്ന് കാണുന്ന കോളാണെങ്കിൽ അറ്റൻഡ് ചെയ്യുക. അത് ഇമിഗ്രേഷനിൽ നിന്നായിരിക്കും. +64 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കൺട്രി കോഡ്. അതല്ലാത്ത ഏതെങ്കിലും ആണെങ്കിൽ സ്പാമോ ആയിരിക്കും, എനിക്കറിയില്ല. ഓക്കെ, +64 ആണെങ്കിൽ അത് ഇന്റർവ്യൂവിനായിരിക്കും. നിങ്ങൾ വിസ അപ്ലൈ ചെയ്ത ശേഷമായിരിക്കും ഇന്റർവ്യൂവിൻ്റെ ഇത് വരിക. പിന്നെ SOPയുടെ ഒരു ടെംപ്ലേറ്റ് ഞാൻ കൊടുക്കാം. എന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. നിങ്ങൾ മിസ്സസ് ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ ഞാനത് വെക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂ കൂടുതൽ നമ്മളെ തന്നെ പഠിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ഈവൻ നമ്മുടെ പാസ്പോർട്ട് നമ്പർ ഇതെല്ലാം ഓർക്കേണ്ടി വരും. ആൻഡ് ഇന്റർവ്യൂ വരുന്നതും വരാത്തൊക്കെ ഡിപ്പെൻഡിങ് ഓൺ ഇമിഗ്രേഷൻ ഓഫീസറാണ്. ഒരിടത്തും ഇന്ന എന്തായാലും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തായാലും ഇല്ലായിരിക്കും എന്ന് എനിക്ക് പറഞ്ഞ് ഇത് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം എനിക്കിപ്പോ ഇന്റർവ്യൂ ഇല്ലായിരുന്നു, എന്റെ കൂടെ വന്നവർക്ക് ഇല്ലായിരുന്നു, പക്ഷെ വേറെ കുറച്ച് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. സോ ഡിപ്പെൻഡ്. സെക്കൻഡ് വൺ ഈസ് ഒരു ലെവൽ വെച്ച് പോകാൻ. ഞാൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് EIT എന്ന് പറയും, ഈസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതൊരു പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ന്യൂസിലാൻഡില് യൂണിവേഴ്സിറ്റി, പോളിടെക്നിക്സ് ആൻഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് ഉള്ളത്. അതിനകത്ത് യൂണിവേഴ്സിറ്റീസിൽ ഓക്ലൻഡിലുള്ളത് 3 യൂണിവേഴ്സിറ്റീസ് ആണ്. മാസേ യൂണിവേഴ്സിറ്റി, AUT ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ്. ഇതിൽ മോസ്റ്റ്ലി മലയാളികൾ വന്ന് പഠിക്കുന്ന സ്ഥലമാണ് AUT. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡിൽ അത്യാവശ്യം, പക്ഷെ ഇവിടെ ഫീസ് നല്ലപോലെ ഫീസ് ഉണ്ട്. മാസയിലും നല്ല ഫീസാണ്. ആൻഡ് AUT ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ് എന്ന് പറയുന്നത് ഓക്ലൻഡിന്റെ സിറ്റി തന്നെയാണ്. മാസേ എന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണ്, നോർത്ത് ഷോർ എന്ന് പറയും. പക്ഷെ ദൂരെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട്
ആ കാണുന്നു, എനിക്ക് ഇവിടെ നിന്ന് കാണാം നോർത്ത് ഷോർ. കാരണം ഓക്ലൻഡ് ഇസ് എ വെരി സ്മോൾ പ്ലേസ്. അപ്പൊ അവിടെ അതാണ് കേട്ടോ നോർത്ത് ഷോർ ബ്രിഡ്ജ്. എനിക്ക് ഇവിടെ ഇരുന്ന് നോർത്ത് ഷോർ ബ്രിഡ്ജ് കാണാം, അത്ര അടുത്താണ്. ബട്ട് പോകുമ്പോൾ ദൂരം തോന്നാം. ബട്ട് അതാണ് നോർത്ത് ഷോർ ബ്രിഡ്ജ്. അവിടെയാണ് ആ ഏരിയ നോർത്ത് ഷോറിലാണ് ഈ മാസോ യൂണിവേഴ്സിറ്റി വരിക. പിന്നെ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസിന് ഓക്ലൻഡ് ക്യാമ്പസും നോർത്ത് ഷോർ ക്യാമ്പസും ആയിരിക്കും ഉണ്ടാവും. അപ്പൊ AUT എല്ലാം നോർത്ത് ഷോർ ക്യാമ്പസ് ഉണ്ട്, അക്കറങ്ക എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പൊ ഞാൻ പഠിക്കുന്ന EIT, അതിനെ കുറിച്ച് പറയാം. എന്റെ കോളേജ് എന്ന് പറഞ്ഞാൽ 3 ക്യാമ്പസാണ് ഉള്ളത് മൊത്തം ന്യൂസിലാൻഡില്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഗിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഇവിടുന്ന് ഒരു 7-8 മണിക്കൂറുണ്ട് കേട്ടോ ബൈ കാർ ആണെങ്കിൽ. പിന്നെ ഉള്ളത് നേപ്പിയർ, ഹോക്സ് ബേ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹോക്സ് ബേ എന്ന് പറയും, നേപ്പിയർ എന്ന് പറയുന്ന സ്ഥലമാണ്. പിന്നെ ഉള്ളത് ഓക്ലൻഡ് ക്യാമ്പസ് ആണ്, സിറ്റി ക്യാമ്പസ് എന്ന് പറയും. അപ്പൊ ഞാൻ പഠിക്കുന്നത് സിറ്റി ക്യാമ്പസിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അപ്ലൈ ചെയ്തിരുന്നത് നേപ്പിയറിലാണ്. അപ്പൊ നേപ്പിയറിൽ പാർട്ട് ടൈം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ പലരും വഴി ഞാൻ ചെയ്തതെല്ലാം ലിങ്ക്ഡിനിൽ ഓരോ ആൾക്കാരെ കണക്ട് ചെയ്യാണ് കേട്ടോ ചെയ്തത്. അപ്പൊ എന്റെ യൂണിവേഴ്സിറ്റിയിലെ പേര് നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് അലുമിനീസിനെ നോക്കിയാണ് ഞാൻ അവരുടെയാണ് ചോദിച്ചത്. അപ്പൊ പാർട്ട് ടൈം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നേപ്പിയർ മാറ്റിയിട്ട് ഓക്ലൻഡ് ക്യാമ്പസ് വെക്കുമായിരുന്നു ചെയ്തത്. അപ്പൊ നേപ്പിയറിൽ എനിക്ക് 10,000 ആയിരുന്നു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്ലൻഡിൽ വന്നപ്പോൾ അത് നേരെ കുറഞ്ഞ് 3,000 മാറിയിട്ടു. അപ്പൊ എനിക്ക് ഫീസ് കൂടുതൽ അടക്കേണ്ടി വന്നു. പിന്നെ ഓരോ വർഷവും എല്ലാ കോളേജുകളിലും ഫീസ് കൂട്ടും. എല്ലാ കോളേജുകളിലും ഓരോ വർഷം വെച്ച് ഫീസ് കൂട്ടും. എന്റെ കോഴ്സ് മാസ്റ്റേഴ്സ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. കോഴ്സിന്റെ ഫീസ് ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോ, ലോൺ പ്രോസസിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇതൊക്കെ കാണട്ടോ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു വന്നത് യൂണിവേഴ്സിറ്റീസിലെ കാര്യം. ഇപ്പൊ എന്റെ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെയാണ്. പിന്നെ ഞാൻ ഈ EIT ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റേത് ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടും IT റിലേറ്റ് ചെയ്തിട്ടൊരു കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ എനി ഡിഗ്രി ഉള്ള കോളേജ് ആയിരിക്കണം അതിന്റെ എലിജിബിലിറ്റി ഉണ്ടായിരിക്കാം. എല്ലാ കോളേജിലും അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇപ്പൊ AUTയിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോൾ ബാച്ചുലേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ BSc എന്തെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിരിക്കണം. അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ഷുഡ് ബി 10 years 11 years അങ്ങനെയായിരുന്നു. സോ എനിക്കത് പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ EITയിൽ അപ്ലൈ ചെയ്തത്. EITയിൽ ഞാൻ ലെവൽ 9 കോഴ്സാണ് ചെയ്യുന്നത്. ന്യൂസിലാൻഡില് ലെവൽ 1 to ലെവൽ 10 കോഴ്സസ് വരെയാണ് ഉള്ളത്. അതിൽ പണ്ടൊക്കെ എല്ലാവരും ലെവൽ 7 കോഴ്സ് എടുത്തിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഡിപ്ലോമ അതായിരുന്നു വന്നിട്ടിരുന്നത്. ഇപ്പോൾ ലെവൽ 8 കോഴ്സസ് ഉണ്ട്. ലെവൽ 8 കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ദ സബ്ജക്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ലെവൽ 8ന്റെ ഒരു ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു 2 years 3 years മുന്നേ വരെ കേട്ടോ, എനിക്ക് അങ്ങനെ തോന്നുന്നു, 2 to 3 years ബിഫോർ വരെ ലെവൽ 8 കോഴ്സസ് എടുക്കുന്നവർക്ക് 3 years വർക്ക് വിസ കിട്ടുമായിരുന്നു. 3 years വർക്ക് വിസ, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഗ്രീൻ ലിസ്റ്റിലുള്ളവർക്ക് മാത്രം, ഗ്രീൻ ലിസ്റ്റിലുള്ളവർക്കും ഇല്ല. PG ഡിപ്ലോമ എടുക്കുന്നവർക്ക് 1 year വിസ കിട്ടുള്ളൂ. 1 year കോഴ്സ് ആയിരിക്കും. ആൻഡ് ഇപ്പൊ ഞാൻ പഠിക്കുന്നത് മാസ്റ്റേഴ്സ് ആണ്. ലെവൽ 9 കോഴ്സാണ്. ലെവൽ 8, ലെവൽ 9, ലെവൽ 10. അപ്പൊ ലെവൽ 8 PG ഡിപ്ലോമ 1 year പ്രോഗ്രാം, 1 year സ്റ്റേ ബാക്ക്. സെക്കൻഡ് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ആണ്. ലെവൽ 9 കോഴ്സാണ്. അത് 1 year ഉണ്ടാവാം, 1.5 year ഉണ്ടാവാം. ഞാൻ 1.5 year ആണ് ചെയ്യണേ. ഇപ്പൊ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ 1 year മാറ്റി 1.5 years ആക്കിയെന്ന് ഞാൻ കേട്ടായിരുന്നേ. അപ്പൊ 1.5 years ആണ് ലെവൽ 9 കോഴ്സ് വരുന്നത്. മാക്സിമം 2 years വരെയുള്ള മാസ്റ്റേഴ്സ് കോഴ്സ് കൊണ്ട് തീസസ് കോഴ്സസ് ആയിരിക്കും കേട്ടോ. അപ്പൊ മാസ്റ്റേഴ്സ് ലെവൽ 9 കോഴ്സാണ് അതുള്ളത്. അതിന് 1 year 1.5 year കോഴ്സും 3 years സ്റ്റേ ബാക്ക് ഉണ്ടാവും. വർക്ക് വിസ 3 year വർക്ക് വിസ ഉണ്ടായിരിക്കും കേട്ടോ. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്ന് പറയാം, PSW. ഇനി ഇത് കഴിഞ്ഞിട്ട് ലെവൽ 10 ആണ് PhD. ലെവൽ 9 and 10 ഏകദേശം ഒരുപോലെയാണ് കേട്ടോ കൺസിഡർ ചെയ്യുക റെസിഡൻസി ഒക്കെ വരുമ്പോൾ. സോ ലെവൽ 10 ആണെങ്കിൽ PhD ആണ്. PhDയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കുറച്ചും കൂടെ റിസർച്ച് ചെയ്താലേ നമുക്ക് അറിയുള്ളൂ. പിന്നെ എല്ലാവർക്കും PhD ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഡിഗ്രി മാസ്റ്റേഴ്സ് എല്ലാം നല്ല മാർക്ക് ഉണ്ടായിരിക്കണം, സെയിം സബ്ജക്ട്സ് ആയിരിക്കണം, പഠിച്ചിട്ടുണ്ടാവും, അങ്ങനെ കുറച്ചിതുണ്ട്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കിയാലേ PhD എടുക്കാൻ പറ്റും. സോ നമുക്കുള്ള ഓപ്ഷനാണ് either ലെവൽ 8 or ലെവൽ 9. ഇനി ലെവൽ 8 എടുക്കുന്നവർക്ക് തന്നെ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റില്ല. ഗ്രീൻ ലിസ്റ്റ് റോൾ ഉള്ളവർക്ക് മാത്രമേ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഗ്രീൻ ലിസ്റ്റ് റോൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസിലാൻഡ് ഇമിഗ്രേഷന്റെ സൈറ്റിൽ എടുക്കുമ്പോൾ തന്നെ ഗ്രീൻ ലിസ്റ്റ് റോൾസ് ഇൻ ന്യൂസിലാൻഡ് എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ
ഒരു സെറ്റ് ഓഫ് ഗ്രീൻ ലിസ്റ്റ് റോൾസ് ഉണ്ട്. ഗ്രീൻ ലിസ്റ്റ് റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അവരെ ഗ്രീൻ ലിസ്റ്റ് റോളുള്ള ഇതാണെങ്കിലാണ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ലെവൽ 9 കോഴ്സ് എടുത്തോളമുള്ള വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, ഫീസ് കൂടുതലായിരിക്കും കേട്ടോ. ലെവൽ 8 കോഴ്സ് പോലെ ആയിരിക്കില്ല ലെവൽ 9, ഫീസ് കൂടുതലായിരിക്കും. ലെവൽ 9 കോഴ്സിന്റെ വേറൊരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻസിക്ക് വെക്കുന്ന സമയത്ത് 6 പോയിന്റ്സ് ആണ് നമുക്ക് റെസിഡൻസിക്ക് ഉള്ളത്. അതിൽ 5 പോയിന്റ്സും ഇതിൽ നിന്ന് കിട്ടും. മാസ്റ്റേഴ്സ് ലെവൽ 9 or 10 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. 5 പോയിന്റ്സ് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെയുള്ള 1 പോയിന്റ് ടെമു യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. നമ്മൾ ഈ ഫ്രീ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സെൻഡ് ചെയ്യണ അവസ്ഥയാണ്. അതായത് നമുക്കിവിടെ ടെമു യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ നാട്ടിലെ മീഷോ പോലെയാണ്. അപ്പൊ ടെമുവിനകത്ത് നമ്മളിതിങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ നമ്മളിത് സെൻഡ് ചെയ്യുമ്പോൾ അവർ $1 മിച്ചം കാണും. ഈ $1 നിങ്ങൾ ഇത്രയും പേർക്ക് ഷെയർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കിട്ടുള്ളൂ എന്ന് പറയും. ആ ഒരു അവസ്ഥയാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു $1 കിട്ടാൻ വേണ്ടി നമ്മൾ ശരിക്കും മെനക്കെടേണ്ടി വരും. അതുപോലെ തന്നെ ആ ഒരു 1 പോയിന്റ് റെസിഡൻസിയിൽ കിട്ടാൻ വേണ്ടി ശരിക്കും ഒന്ന് മെനക്കെടേണ്ടി വരും. കാരണം ആ കുറെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് പാസ്സായാൽ മാത്രമേ, ഇപ്പൊ നമ്മുടെ റോള് ഗ്രീൻ ലിസ്റ്റിലാണ്, പക്ഷെ ഗ്രീൻ ലിസ്റ്റിൽ നമുക്കല്ല ജോലി കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച റിലേറ്റ് ചെയ്തല്ല നമുക്ക് ജോലി കിട്ടുന്നതെങ്കിലൊന്നും റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഞാൻ പഠിക്കുന്ന IT ആണ്, എന്റെ കോഴ്സ് ഗ്രീൻ ലിസ്റ്റിലുണ്ട്. പക്ഷെ എനിക്ക് 5 പോയിന്റ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് IT ജോലി കിട്ടിയാൽ മാത്രമേ എനിക്ക് റെസിഡൻസിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതും കുറെ റോൾസ് ഉണ്ട്. ഇപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റർ, ഇങ്ങനത്തെ റോൾസ് ഉണ്ട്. ഈ റോൾസിൽ മാത്രമേ ജോലി കിട്ടിയാൽ മാത്രമേ എനിക്ക് റെസിഡൻസിക്ക് ഇടാനും പറ്റുള്ളൂ കേട്ടോ. സോ ഇങ്ങനെയാണ് ലെവൽ 9, ലെവൽ 8, ലെവൽ 10 കോഴ്സസ് ഉള്ളത്. ഞാൻ പഠിക്കുന്നതിനകത്ത് ഞാൻ ഇപ്പൊ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ ഫുള്ള് ലെവൽ 8 കോഴ്സ് തന്നെയായിരിക്കും. അതേപോലെ തന്നെ ക്രെഡിറ്റ്സ് പോയിന്റ്സ് എല്ലാം ലെവൽ 8 കോഴ്സ് തന്നെയായിരിക്കും. ബാക്കിയുള്ള 6 മന്ത്സിലാണ് ഞാൻ തീസസ് ചെയ്യുക, അതായത് മാസ്റ്റേഴ്സിന്റെ കോഴ്സിലേക്ക് കൺവേർട്ട് ആകത്തുള്ളൂ. അതുവരെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പഠിക്കുന്നവരുടെ സെയിം കോഴ്സ് തന്നെയാണ് ഞാനും പഠിക്കുന്നത്. അങ്ങനെയാണ് എന്റെ യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ എനിക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻടേക്ക് ഉള്ളതുകൊണ്ടാണ് 2 മന്ത്സേ ഞങ്ങൾക്ക് ഇതുണ്ടാവാറുള്ളൂ, ടേം ഉണ്ടാവാറുള്ളൂ. ആൻഡ് ഈ 2 മന്ത്സിനകത്ത് നമുക്ക് 2 സബ്ജക്ട് പഠിപ്പിക്കും. ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഒരു ഷോർട്സ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. 2 സബ്ജക്ട് 2 മാസമേ ഉണ്ടാവുള്ളൂ, മോസ്റ്റ്ലി 2 മാസമാണ്. അത് കഴിഞ്ഞ് വെക്കേഷൻ ആയിരിക്കും കേട്ടോ. 2 അസൈൻമെന്റ്, ഞങ്ങൾക്ക് എക്സാംസ് ഇല്ല. ഓക്കെ, ഞങ്ങൾക്ക് എക്സാം ഇല്ല. സോ അങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇത്. ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൊഫസർ ആൻഡ് ദ കോഴ്സ് യു ടേക്ക്, അത് ഹാർഡ് ആയിരിക്കും, ഈസി ആയിരിക്കും കേട്ടോ. ഇതുവരെ ഞാൻ പഠിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ കൂടുതലും നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരൊറ്റ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ചും കൂടെ തിയററ്റിക്കൽ ആണ്, കുറെ പ്രാക്ടിക്കൽ ഇതൊന്നും ഇല്ല. നമുക്ക് ഇന്റേൺഷിപ്പോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇന്റേൺഷിപ്പ് ഉള്ള കോളേജസ് ഉണ്ട്, പക്ഷെ ഞങ്ങളവിടെ ഇന്റേൺഷിപ്പ് ഒന്നും ഇല്ല. പിന്നെ എംപ്ലോയബിലിറ്റിയുടെ കാര്യങ്ങളെല്ലാം കുറെ ഹെൽപ്പ് ചെയ്യും, CV റെഡിയാക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ ഹെൽപ്പ് ചെയ്ത് തരും. അപ്പൊ അങ്ങനെയാണ് എന്റെ കോളേജിന്റെ കിടപ്പിരിക്കുന്നത്. കോഴ്സ് പിന്നെ റെസിഡൻസിയുടെ കാര്യം ജസ്റ്റ് ഒന്ന് തൂത്തുവാരി വിട്ടുന്നേ ഉള്ളൂ കേട്ടോ. കാരണം അതിനകത്ത് പറയാൻ നിന്നാൽ ഒരുപാട് പറയേണ്ടി വരും. അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് റെസിഡൻസികളെ മാത്രം വെച്ച് വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ ഉള്ളത് കുറെ പേര് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. അതും ഞാനിപ്പോ ഈ വീഡിയോക്കകത്ത് കവർ ചെയ്തു. നമുക്ക് ലെവൽ 8 കോഴ്സസിലാണെങ്കിൽ ഗ്രീൻ ലിസ്റ്റ് റോൾസിന് മാത്രമേ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റൂ. മാസ്റ്റേഴ്സ് ആണെങ്കിൽ എല്ലാവർക്കും സ്പൗസിനെ കൊണ്ടുവരാം കേട്ടോ. പിന്നെ ലോൺ റീപേയ്മെന്റിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇവിടുത്തെ എക്സ്പെൻസസിന്റെ കാര്യങ്ങൾ പറയണം അല്ലെ. ഇവിടെ ഞാനൊരു മന്ത്ലി എക്സ്പെൻസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചുരുക്കി പറയാം കേട്ടോ. മന്ത്ലി എക്സ്പെൻസസിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മെയിൻലി ഒരു എക്സ്പെൻസ് വരുന്നത് റെന്റാണ്. പിന്നെ ഒരു ഇത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, വൈഫൈയുടെ ബില്ല് ഇതെല്ലാം കൊടുക്കണം. പിന്നെ മൊബൈൽ റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊബൈലില് റീചാർജ് ചെയ്യണം. പിന്നെ ഉള്ളത് മിസ്ലേനിയസ് എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഗ്രോസറീസ് ഉണ്ടെങ്കിൽ അത്, ഇത്ര ചെലവുകളാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ പിന്നെ ഇവിടെ മെയിൻ കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡ്രസ്സാണ് കേട്ടോ. ഡ്രസ്സും മേക്കപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെ. അറ്റ് ദ സെയിം ടൈം ഇവിടെ വില കുറഞ്ഞ് നാട്ടിലുള്ള പല കാര്യങ്ങളും ഇവിടെ വില കൂടുതലും, ചിലത് വില കുറവായിരിക്കും. അത് നമുക്കിപ്പോ വി കാൻ ഡു എനിത്തിങ് ദാറ്റ്. പക്ഷെ അങ്ങനെയാണ്. മുടി വെട്ടണമെങ്കിൽ ഒരു $30 കൊടുക്കേണ്ടി വരും. നാട്ടിൽ അത്രയും അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് $30 എന്ന് പറഞ്ഞാൽ. പെണ്ണുങ്ങൾക്കാണെങ്കിൽ $50 ഒക്കെ ആയിരിക്കും. പിന്നെ ഒന്ന് വെറുതെ ബ്യൂട്ടി പാർലറിൽ പോകാനൊന്നും പറ്റില്ല, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്.
പിന്നെ ഇവിടെ വീട് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഈ വീട് കിട്ടുന്നത് വരെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ വീട് കാണാതെ ബുക്ക് ചെയ്ത വീടാണിത്. കാരണം നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വേണം ഓരോ ഫ്ലാറ്റും വ്യൂ ചെയ്തിട്ട് വേണം ഒരു വീട് എടുക്കാൻ. അതില് പ്രോപ്പർട്ടി മാനേജർക്ക് തോന്നണം നമുക്ക് വീട് തരണം എന്ന്. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. നമ്മളെടുത്ത പോലെ ചേട്ടാ ഈ വീടിന് തന്നേക്കെന്ന് പറയുന്നത് വളരെ കുറച്ചേ പറ്റുള്ളൂ. അല്ലാതെ പ്രോപ്പർട്ടി മാനേജർ കുറെ പേര് ഒരുമിച്ച് വ്യൂവിങ്ങിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ വീട് തരുമോ ഇല്ലെന്ന് അവരാണ് ഡിസൈഡ് ചെയ്യുക. അപ്പൊ അത് പിന്നെ എനിക്ക് തോന്നിയത് റെന്റ് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യമൊക്കെ വരുന്നവരാണെങ്കിൽ മാക്സിമം തനിയെ നിൽക്കുക. എനിക്ക് പിന്നെ ഇതൊന്നും എനിക്ക് നെഗറ്റീവായിട്ട് പറയാൻ തോന്നുന്നില്ല. കാരണം ഐ വാസ് ഓൾറെഡി പ്രിപ്പയർഡ് വിത്ത് ദിസ് തിങ് ദാറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐ വിൽ ഹാവ് ടു സ്ട്രഗിൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നെഗറ്റിവിറ്റി പറഞ്ഞിട്ട് ഇത് ആശുള്ള സ്ഥലമാണ് ഇവിടെ ആരും വരരുതെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. വരാൻ താല്പര്യമുള്ള എല്ലാവരും ഇവിടെ വരിക. എനിക്ക് ഈ രാജ്യം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ചിലർ പറയായിരിക്കും അവർക്ക് കാശുള്ളതുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. അല്ല, കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ അക്കൗണ്ടിൽ 0 ബാലൻസ് ആണ്. 0 ബാലൻസ്. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ആ വീക്കിലെ റെന്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ വീക്കിലാണ് ഞാൻ രണ്ടും കൂടെ കൊടുത്തത്. അതുകൊണ്ടാണ് 0 ബാലൻസ് ഉള്ള ടൈം വരും കേട്ടോ. അത് നമ്മൾ ചിലപ്പോൾ അത് മാനേജ് ചെയ്യേണ്ടി വരും. സോ എനിക്ക് പിന്നെ FTs ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറെ മാനേജ് ചെയ്യുന്നത്. എൻ്റെ ഫണ്ട് ലിവിങ് എക്സ്പെൻസ് ഓൾറെഡി നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിരുന്നത് കൊണ്ടാണ് ഞാൻ കുറെയൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്. സോ ഇങ്ങനെ സിറ്റുവേഷൻസ് വരും, ഉറപ്പായിട്ടും വരും. പിന്നെ ഓവറായിട്ട് ലക്ഷറീസ് ആകുമെന്നൊന്നും വിചാരിക്കരുത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇറ്റ്സ് എ ന്യൂ കൺട്രി. യു ഡോണ്ട് നോ എനിവൺ ഹിയർ. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ഐ ന്യൂ ദിസ് വെൻ ഐ വാസ് ദെയർ. ലൈക്ക് ഞാൻ നാട്ടിലായിരുന്നപ്പോഴേ എനിക്കറിയായിരുന്നു ദാറ്റ് വെൻ ഐ കം ഹിയർ ഐ വിൽ ഹാവ് ടു സ്ട്രഗിൾ എ ലോട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഹസ്ബൻഡിനെയും കുഞ്ഞിനെയൊക്കെ കൊണ്ടുവരാത്തതിന്റെ ഒരു റീസൺ അതും കൂടെ ആയിരുന്നു കേട്ടോ. ബിക്കോസ് ഇപ്പൊ ഞാൻ തനിച്ചാണെങ്കിലുള്ള എക്സ്പെൻസ് അല്ല ഒരു ഫാമിലി വരുമ്പോഴുള്ളത്. അതുകൊണ്ട് ഇനി വരാതിരിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം, പറ്റുകയാണെങ്കിൽ ഫാമിലിനെ ഉടനെ തന്നെ കൊണ്ടുവരാതെ നിങ്ങൾ ആ പഠിത്തം കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നത് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇമോഷണലി ഭയങ്കര ട്രോമറ്റൈസിങ് ആണ്. പക്ഷെ ദാറ്റ് വുഡ് ബി ഫിനാൻഷ്യലി അതായിരിക്കും നല്ലത്. യു ക്യാൻ സേവ് എ ലോട്ട് ഓഫ് മണി. അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ല ഇപ്പം സ്പൗസിനെ കൊണ്ടുവരികയാണെങ്കിൽ ഇഫ് യു ഗെറ്റ് എ ജോബ് ദെൻ യു ആർ സെറ്റിൽഡ്, കുഴപ്പമില്ല. ഇതൊക്കെ വെച്ചിട്ട് ലോൺ റീപേ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ വാട്ട് ജോബ് യു ആർ ഡൂയിങ്. ഇപ്പം ഹസ്ബൻഡിനെ കൊണ്ടുവരികയാണ്, ഹസ്ബൻഡ് നല്ലൊരു ജോലി കിട്ടി, ഇപ്പൊ പെർ അവർ അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടുന്ന ഒരു ജോലി കിട്ടി, നിങ്ങൾക്കും ഒരു പാർട്ട് ടൈം ജോലി കിട്ടി. ഐ എം നോട്ട് ടോക്കിംഗ് ഓൺലി അബൌട്ട് ഹസ്ബൻഡ്സ്. ഹസ്ബൻഡ് പഠിക്കാൻ വരാറുണ്ട് ഇവിടെ ഒരുപാട് പേര്. അപ്പൊ വൈഫിനാണ് ഫുൾ ടൈം ജോലി കിട്ടിയത്, അവർക്ക് നല്ല പേ ഉണ്ട്. ഹസ്ബൻഡ് പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്, 20 hours എന്ന വീക്കിൽ കിട്ടുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചെലവ് ചുരുക്കി കൂടെയാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ റീപേ ചെയ്ത് തുടങ്ങാൻ പറ്റും. ഇപ്പൊ എന്റെ ഇത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എനിക്കിപ്പോ മാസം തോറും നാട്ടിലേക്ക് പൈസ അയക്കുന്നതിനേക്കാളും ഐ എം തിങ്കിങ് ലൈക്ക് ഒരുമിച്ച് പൈസ കുറച്ച് കൂട്ടി വെച്ചിട്ട് ഒരുമിച്ച് അയക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ എം നോട്ട് സെൻഡിങ് ഇറ്റ് ബാക്ക് ഹോം. ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്, എന്നെ വേറൊരു അക്കൗണ്ട് ഇടും. എന്നിട്ട് ഞാൻ എല്ലാം സേവ് ചെയ്ത് എനിക്ക് കിട്ടുന്ന ജോലി എന്നുള്ള പൈസ ഇതെല്ലാം കൂടി ഇങ്ങനെ ഞാൻ ഒതുക്കി സൂക്ഷിച്ച് വെച്ച് അങ്ങനെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ശരിക്കും ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഒരു 8-9 months ആയി. എൻ്റെ ഓൾറെഡി $20,000 എനിക്ക് കിട്ടിയതിൽ നിന്ന് എനിക്ക് മന്ത്ലി ഇത്ര എമൗണ്ട് ആണ് വരിക. അപ്പൊ അതിൽ നിന്ന് എൻ്റെ ഇപ്പൊ ഏതാണ്ട് ഇനി എത്ര ചെലവ് ചുരുക്കി ജീവിച്ചിട്ടാണെങ്കിലും എൻ്റെ ഇപ്പൊ ഒരു അറൌണ്ട് 10,000 ബാക്കിയുള്ളൂ. സോ യു ക്യാൻ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഹൗ യു ലിവ്. ഓക്കെ, ചിലപ്പോൾ 10,000 തീർന്നിട്ട് പൈസ ഇല്ലാതെ നിൽക്കുന്നവരുണ്ടായിരിക്കും, ചിലപ്പോൾ 10,000 വെച്ചിട്ട് 20,000 വെച്ച് ജീവിക്കുന്നവരുണ്ടായിരിക്കും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഹൗ യു ലിവ്. സ്ട്രഗിൾസ് ഉണ്ടായിരിക്കാം. ഫസ്റ്റ് ഒരു 2 years എന്തായാലും സ്ട്രഗിൾ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ വരിക. പിന്നെ ഇവിടുത്തെ ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടുമായിരിക്കാം, എളുപ്പമായിരിക്കാം കേട്ടോ. ഒരിക്കലും ഭയങ്കര എളുപ്പമുള്ള ജോലി ആയിരിക്കും വിചാരിച്ച് വരരുത്. ഇവിടെ ചിലപ്പോൾ പാത്രം കഴുകേണ്ടി വരും, ഇവിടെ ചിലപ്പോൾ വെയിറ്റ് സ്റ്റാഫായിട്ട് നിൽക്കേണ്ടി വരും. ഇതൊന്നും ബട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഉള്ള ഒരു ജോലിയും കുറവ്. ഏത് ജോലി ചെയ്താലും ആരും ഒരു പുച്ഛത്തോടെ നോക്കുകയൊന്നുമില്ല കേട്ടോ. പിന്നെ മോസ്റ്റ്ലി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ നിന്നതിനകത്ത് ഞാൻ കണ്ടിടത്തോളം ഇവിടെ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരും ഇന്ത്യൻസ് ഉണ്ട്, ചെറിയ പൊസിഷൻസിൽ ഇരിക്കുന്നവരും ഇന്ത്യൻസും ഉണ്ട്. സോ കൺട്രി വൈസ് നോക്കിയിട്ട് ഇവർ കുറെ ഇത് ചെയ്യുമെന്ന് ഇപ്പൊ ഞാൻ കേൾക്കാറുണ്ട്. ബട്ട് മോസ്റ്റ്ലി എന്നാലും ഞാൻ കാണുന്നവരിലെല്ലാം കുറെ പേര് ഇന്ത്യൻസ് തന്നെയാണ് കേട്ടോ. വലിയ പൊസിഷൻസിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ ഇതുണ്ട്, അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ മതം എന്നൊരു ഇതില്ല, കോൺസെപ്റ്റ് കുറവാണ്. ലൈക്ക് മോസ്റ്റ്ലി ഏത് കൺട്രി പോലെ ഇപ്പൊ കാനഡ പോലെ UK പോലെ കൂടുതലും അതൊരു ക്രിസ്ത്യൻ കൺട്രി അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇതില്ല.
ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ അടുത്ത് അമ്പലം ഉണ്ട്, ഇപ്പൊ പള്ളിയുണ്ട്, മുസ്ലിം പള്ളി ഇവിടെ ഉണ്ട്. ഇവിടെ ഇസ്കോൺ എന്നൊരു ഇതുണ്ട്, രാധയും കൃഷ്ണന്റെ ഇതുള്ള ഇസ്കോൺ ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ട്. ഇവിടെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും പോവുകയും ചെയ്യും. ഇന്ന റിലീജിയൻ എന്ന് നോക്കാറുള്ളൂ കേട്ടോ. സോ ഇവിടെ റിലീജിയൻ അങ്ങനെ ഒരു സംഭവമില്ല. ഇവിടെ എല്ലാം ഡൈവേഴ്സ് ആണ്. ആൾക്കാർ കൂടുതലും നേച്ചറിനെയാണ് ഗോഡായിട്ട് കാണുക. അതുകൊണ്ട് തന്നെ ഇവിടെ റിലീജിയന് വലിയ റോളില്ല കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് വെതർ ആൻഡ് ക്ലൈമറ്റ്. വെതർ ആൻഡ് ക്ലൈമറ്റ് ഈ വീഡിയോ കണ്ടതിനകത്തോ അല്ലെങ്കിൽ എന്റെ മുന്നേ ഉള്ള ലോങ് വീഡിയോസ് കണ്ടതിനകത്തോ ഞാൻ നിങ്ങൾ സിറ്റ് ഡൗൺ ചെയ്ത് ഏത് വീഡിയോസും ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ എനിക്ക് മോസ്റ്റ്ലി ചെയ്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരു സമയത്ത് ഭയങ്കര വെയിലായിരിക്കും, അടുത്ത സമയത്ത് ഈ വെയിലെല്ലാം പോയിട്ട് ഒരുമാതിരി ഒരു മൂക അവസ്ഥയായിരിക്കും. സോ ഇന്നലെ ഒന്നും സൂര്യൻ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ സൂര്യൻ ജലിച്ച് നല്ല എൻ്റെ മുഖത്തോട്ട് എല്ലാം നിൽപ്പുണ്ട്. ഇവിടെ ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയയില് നമ്മുടെ ഓസോൺ ലെയർ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെയിൽ നമ്മുടെ ദേഹം പൊള്ളും, ദേഹം ചൊറിയും, നമുക്ക് ഭയങ്കരമായിട്ട് ഇച്ചിങ് ഫീൽ ചെയ്യും. അത് ലൈക്ക് യു വി റേസ് ഡയറക്ട്ലി സ്കിന്നിൽ അടിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ സൺസ്ക്രീൻ ഇല്ലാതെ ഒന്നും ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. അത് ഭയങ്കര സൺസ്ക്രീൻ കയ്യില് കാലില് മുഖത്ത് എല്ലാം തേക്കാതെ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരിഞ്ഞിരിക്കും കേട്ടോ. കരിയാ മീൻസ് ടാൻ അടിക്കുന്നതല്ല, ശരിക്കും ദേഹം നോക്കി ഇങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ ഇത് റബ്ബ് ചെയ്യുമായിരുന്നു പണ്ട്. എനിക്ക് അതുപോലെ ഫീൽ ചെയ്യുന്നു. ഭയങ്കര എരിച്ചിലായിരുന്നു, ബേണിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യും നമ്മളെ സൂര്യൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ. ഇപ്പൊ സമ്മർ ഏകദേശം കഴിയാറ്, ഇപ്പൊ ഓട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇലകളൊക്കെ ഇങ്ങനെ കൊഴിയുന്ന ഒരു സമയമാണ്. ബട്ട് അതും പേടിക്കണം. കാരണം ഈ ഇല കൊഴിയുന്ന ഇതിനകത്ത് മഴയും കൂടെ പെയ്യുകയാണെന്നുണ്ടെങ്കിലും ചറക്കി അടച്ചു വീഴാൻ വേറെ ഒന്നും വേണ്ട. സോ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം ആ കാര്യങ്ങളിൽ. പിന്നെ ഞാൻ താമസിക്കുന്ന സ്ഥലം സിറ്റി ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും ബസ് സർവീസസ് ഒരുപാട് കിട്ടാറുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഉള്ളിലോട്ടൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ ഇടവിട്ടിട്ടായിക്കോട്ടെ ബസ് സർവീസ് ഉണ്ടായിരിക്കുള്ളൂ. സോ മാക്സിമം നടക്കുകയാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒക്കെ കുട ക്യാരി ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മെയിൻ കുട നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാല് ഇവിടുത്തെ കാറ്റിനത് നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഭയങ്കര കാറ്റാണ്, നമ്മളിങ്ങനെ എടുത്തടിച്ചുകൊണ്ട് പോകണമെന്ന കാറ്റാണ്, ഇങ്ങനെ ചുഴി വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെ സൈക്ലോണൊക്കെ ഹിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. എർത്ത് ക്വേക്ക് വരുന്നൊരു സ്ഥലമാണിത്, സൈക്ലോൺ വരുന്നൊരു സ്ഥലമാണ്. സോ ഇതൊരു സുനാമി എന്ന് ഞാൻ കേട്ടതായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ സൈക്ലോൺ ഫ്ലാഷ് ഫ്ലഡിങ് വരാറുണ്ട് ഇവിടെ ഇന്നാളെ മഴ പെയ്തപ്പം ഓക്ലൻഡിൽ ചെറിയതായിട്ട് ഫ്ലഡ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ മഴ പെയ്യുമ്പോൾ ഇപ്പം വെള്ളം കിട്ടില്ലേ, അതുപോലെ അതിനൊരു ഫ്ലാഷ് ഫ്ലഡിങ് എന്ന് പറയും. അത് ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നാട്ടിലിപ്പോ നമ്മള് മെക്ഡി അല്ലെങ്കിൽ സബ്വേ ഇതൊക്കെ ഭയങ്കര പ്രൈസി അല്ലേ. ഞാനൊന്നും നാട്ടിലതൊന്നും അധികം കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇതൊക്കെയാണ് ഏറ്റവും ചീപ്പസ്റ്റ് ഫുഡ്. പിന്നെ ഇവിടെ പെട്രോളിന് ഭയങ്കര വില കുറവാണ്. ഇവിടെ ഗ്യാസ് ഭയങ്കര റേറ്റ് ചീപ്പാണ്. ലൈക്ക് $2 സംതിങ് ആണ് ഒരു ലിറ്ററിന്. അത് നമ്മൾ തന്നെയാണ് അടിക്കാനിട ആളൊന്നുമില്ല വന്ന് അടിച്ചാല് നമ്മൾ തന്നെ അടയ്ക്കണം. പിന്നെ കാർ ചീപ്പായിട്ട് കിട്ടും, സെക്കൻഡ് ഹാൻഡ്സ് ഒക്കെ ചീപ്പായിട്ട് കിട്ടും. ഇപ്പൊ നാട്ടില് വില കൂടിയ പല സാധനങ്ങളും ഇവിടെ വില കുറവും, നാട്ടില് വില കുറഞ്ഞ പല സാധനങ്ങൾക്ക് ഇവിടെ വില കൂടുതലുമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതാണ് മെയിൻ കാർ. പിന്നെ കാർ പാർക്കിംഗ്, സിറ്റിയിൽ പാർക്കിങ്ങിന് ഫീസ് ഉണ്ട്, അതുകൊണ്ട് നല്ല പൈസയാവും കേട്ടോ. കാർ സിറ്റി ഇരിക്കുന്നതിന് മാക്സിമം കാർ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ല, സിറ്റിയിലോട്ടാണ് വരുന്നതെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് മാക്സിമം ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഒരു 3 to 6 monthsലേക്കുള്ള എക്സ്പെൻസസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് കയറി വരാൻ ശ്രമിക്കുക. ഇതൊക്കെ മെയിൻലി ഇന്ത്യൻ ഫുഡിന് ഇവിടെ വില കൂടുതലാണ്. ഇന്ത്യൻ ഗ്രോസറീസ് ഒബ്വിയസ്ലി കാരണം ഇമ്പോർട്ട് ചെയ്യുന്നതല്ലേ, സോ വില കൂടുതൽ തന്നെയാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയതാണ് ഡ്രസ്സൊന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതല്ലാത്തത് കൊണ്ട് തന്നെ മെയ്ഡ് ഇൻ ബംഗ്ലാദേശ്, മെയ്ഡ് ഇൻ ഇന്ത്യ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ വരാറ്. അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ആണ് ഇതിനൊക്കെ. പിന്നെ ബേസിക്കായിട്ട് ഇതാണ് എനിക്ക് തോന്നുന്നു ഫുഡൊക്കെ വെളിയിൽ നിന്ന് കഴിക്കുന്നത് എക്സ്പെൻസസ് തന്നെയാണ്. പിന്നെ ഇവിടെ പാല്, മുട്ട ഈ വക കാര്യങ്ങളൊക്കെ ചീപ്പായിട്ട് കിട്ടും. ന്യൂസിലാൻഡ് ഒരു മീറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി ആണെങ്കിലും ഇവിടെ മീറ്റിനൊക്കെ വില കൂടുതലാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിലെ പോലെ ഫ്രഷ് ആയിട്ട് കോഴി വെട്ടിയെടുക്കുക അതൊക്കെ ഒന്നും കിട്ടില്ല. ഇവിടെ കൂടുതലും ഫ്രോസൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ മേടിക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ മേടിക്കാൻ കിട്ടുക. നിങ്ങൾ പറ്റുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് കുക്കർ കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. കുക്കറിനൊക്കെ ഇവിടെ $90, $100 ഒക്കെയാണ്. ഇപ്പൊ കുക്കർ കൊണ്ടുവരാൻ ശ്രമിക്കുക, മിക്സി കൊണ്ടുവരാൻ ശ്രമിക്കുക. മിക്സി ഇവിടെ നമുക്ക് ഇങ്ങനെ ഫുഡ് പ്രോസസർ പോലെ സാധനം കിട്ടുള്ളൂ. സോ നമ്മുടെ ചമ്മന്തി അരയ്ക്കാനോ ഒന്നും നമ്മുടെ മിക്സിനെ നമുക്ക് വേണ്ടി വരും കേട്ടോ. അപ്പൊ മിക്സി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. മെയിനായിട്ട് എനിക്ക് ഇതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. സ്കാംസ് നടക്കാറുണ്ട്, ജോബ് സ്കാംസ് ഒരുപാട് നടക്കാറുണ്ട്.
ഇവിടെ നാട്ടിൽ നിന്ന് കുറെ പേർക്ക് ഇങ്ങനെ ജോലിയുടെ ലെറ്റർ കിട്ടി, ഇങ്ങനെ ജോലിയുടെ ലെറ്ററിൽ നിന്ന് നന്നായിട്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെങ്കിലും അക്രഡിറ്റഡ് ആണോ എന്ന് നോക്കുക. അങ്ങനത്തെ അക്രഡിറ്റഡ് AEWV എന്ന് പറയുന്ന വിസ ഉണ്ട്. അതിലാണെങ്കിൽ മാത്രം ക്യാൻസ് മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാലും ഞാൻ ഇവിടെ നിന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ നാട്ടിലൊക്കെ ഇല്ലേ ഈ AI വെച്ചിട്ടുള്ള സ്കാം, അതുപോലത്തെ സ്കാംസ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. പലതും ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും, എനിക്കറിയില്ല. ബട്ട് മോസ്റ്റ്ലി അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ മാക്സിമം നിങ്ങളെ ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്കാംസ് ഇവിടെ ഒരുപാട് നടക്കാറാണ്. സോ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നൈസായിട്ട് നോക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ന്യൂസിലൻഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോ നിങ്ങൾ ഒരിക്കലും പലരും നെഗറ്റീവ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. ഇത് റിയാലിറ്റി ആണ്, ശരിയാണ്. പക്ഷേ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നാട്ടിൽ നിന്ന് വരാൻ. അല്ലാതെ നിങ്ങളുടെ ഇവിടെ ആരെങ്കിലും ഉണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരി. ഇപ്പൊ നാട്ടിൽ പുതിയൊരു ബിസിനസ് തുടങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളതോ പോലെ അല്ല നമ്മൾ വേറൊരു രാജ്യത്ത് വന്നിട്ട് ജീവിക്കാന്ന് പറഞ്ഞു, അതും ഒരു പരിചയമില്ലാത്ത ഒരു നാട്ടിൽ വന്നിട്ട്. സോ അത് എന്റെ ഒന്നും ഒരു മനുഷ്യരും ഇവിടെ ഇല്ല. സോ ഐ വാസ് ഓൾറെഡി റെഡി ആൻഡ് പ്രിപ്പയർഡ് ദാറ്റ് ഐ നോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് വരും. സോ ഐ വാസ് ഓൾറെഡി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അതുകൊണ്ട് ഞാനൊരു സുഖജീവിതം പ്രതീക്ഷിച്ചല്ല ആദ്യമേ വന്നത്. ബട്ട് ഐ നോ ദാറ്റ് വൺ ഡേ ഐ വിൽ മേക്ക് ഇറ്റ്, അത്രേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നുന്നത്. എനിക്ക് ഈ രാജ്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒന്നും വെറുതെ അല്ലാതെ തോന്നിയിട്ടില്ല. എന്നെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റിയ ഒരു രാജ്യമാണിത്. ഞാൻ നാട്ടിലുണ്ടായിരുന്നതിൽ ഒരു എൻവയോൺമെന്റിൽ നിന്നും കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ട് പുതിയ കാര്യങ്ങളിൽ പുതിയ എക്സ്പോഷർ, കൂടുതൽ എക്സ്പോഷർ. ഞാൻ എപ്പോഴും പറയാ, നിങ്ങൾക്ക് മാക്സിമം എത്രയും പെട്ടെന്ന് പഠിത്തം കഴിഞ്ഞാൽ ഉടനെ വരാൻ പറ്റിയ അത്രയും നല്ലതാണ്. കാരണം യു വിൽ ബിക്കം എ കംപ്ലീറ്റ്ലി അനദർ പേഴ്സൺ ബിക്കോസ് യു ആർ ഡൂയിങ് എവറിത്തിങ് അലോൺ. ദർ ഇസ് നോ വൺ ഹു ഇസ് സപ്പോർട്ടിങ് യു ഹിയർ. യു വിൽ ബിക്കം അനദർ പേഴ്സൺ ഫോർ ഷ്യൂർ. അത് മെന്റലി ഒരുപാട് സ്ട്രെസ്ഫുൾ ആണ്. എനിക്ക് ഡബിൾ ആണ്. കാരണം എനിക്കതല്ല, എന്നെ പോലുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഡബിൾ ആണ്. കാരണം ഞാൻ ഹസ്ബൻഡിനെയും വിട്ട് നിൽക്കുകയാണ്, എന്റെ കുഞ്ഞിനെയും വിട്ട് നിൽക്കുകയാണ്. സോ എനിക്ക് മെന്റലി ഒരുപാട് പ്രഷേഴ്സ് ഉണ്ട്. ബട്ട് ഫൈൻഡിങ് ഹാപ്പിനെസ് ഇൻ സ്മോൾ തിങ്സ് ഇസ് ഓൾസോ ഗുഡ്. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ വെറുതെ ഒരു വാക്കിന് പോയാലും ഞാൻ ചിലപ്പോൾ ഹാപ്പി ആവും. ഇൻസൈഡ് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, ബട്ട് ഇറ്റ് ഇസ് മോർ ലൈക്ക് കവറപ്പ്. അത് കവറായി പോകും. പിന്നെ ഇതെല്ലാം അറ്റ് ദി എൻഡ് വൃത്തിയാകും എന്നൊരു ഉറപ്പുണ്ട് എനിക്ക്. ഞാൻ 6 മാസത്തോളം ജോലി ഇല്ലാതിരുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി കിട്ടിയപ്പം ഐ വാസ് ലൈക്ക്, ഇഫ് ഐ ക്യാൻ ഡു ദിസ്, ഒബ്വിയസ്ലി എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാനും ഇവിടെ നിൽക്കാനും നല്ലൊരു ജോലിക്ക് കയറാനും പറ്റും. ആ ഒരു വിശ്വാസം മതി. അതിന് ഞാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എനിക്ക് ഭാഗ്യം കൊണ്ടോ ദൈവാധീനം കൊണ്ടോ ടച്ച് വിടും, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പട്ടിണി കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഞാനായിട്ട് പട്ടിണി കിടക്കണമെങ്കിലേ ഉള്ളൂ. ഇവിടെ എന്റെ ഫ്രണ്ട്സ് തന്നെ വഴക്കാറതിന് മെയിൻ റീസൺസ് ഞാൻ ഭക്ഷണം കഴിക്കാറില്ല എന്നാണ്. സോ ഐ തിങ്ക് എനിക്കങ്ങനെ ഫുഡ് ഇല്ലാണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. വരണമെന്ന് തീർച്ചയായും താല്പര്യമുള്ളവർക്ക്, എക്സ്പോഷർ വേണമെന്ന് താല്പര്യമുള്ളവർ മാത്രം വരിക. ആരും നിങ്ങളെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഡെസിഷൻ ആണെന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഇവിടെ വന്നിട്ട് ഇവിടെ ഇവിടെ കുറ്റം പറയാണ്ട് മാക്സിമം ഇവിടെ പിടിച്ചു നിൽക്കാൻ. ഒബ്വിയസ്ലി സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്ന മനസ്സിൽ ചിന്തിച്ച് മാത്രം വരിക കേട്ടോ. അപ്പം വേറെ ദിവസം വേറെ വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം. ബൈ ബൈ, സീ യു.